ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ അറിയേണ്ട വിഷയങ്ങളിലൊന്നാണ്. എല്ലാ സിവിൽ ആർക്കിടെക്ചർ ഇന്റീരിയർ ഡിസൈൻ വിദ്യാർത്ഥികളും പ്രത്യേകിച്ച് GCCയിലോ ഇന്ത്യയിലെ പ്രൊഫഷണൽ കൺസ്ട്രക്ഷൻ കമ്പനിയിലോ അല്ലെങ്കിൽ ഡിസൈൻ കൺസൾട്ടൻസിയിലോ ഒരു മികച്ച കരിയർ ആഗ്രഹിക്കുന്നവർക്ക് ഇത് നിർബന്ധമായും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു വിഷയമാണ്. കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയിലെ യഥാർത്ഥ വർക്ക് ഫ്ലോകളും പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സും ഇൻഡസ്ട്രി എക്സ്പീരിയൻസിന്റെ അടിസ്ഥാനത്തിൽ വളരെ ലളിതമായി പങ്കുവയ്ക്കുന്ന ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോമാണ്. സോ ഞാൻ ഫൈസൽ, വെൽക്കം ടു കാറ്റ്സി ഓൺലൈൻ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം തുടങ്ങാം. ഒരു ഡ്രോയിങ് വരയ്ക്കാൻ പഠിക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഒരു പ്രൊജക്റ്റിൽ യൂസ് ചെയ്യുന്ന ഓരോ ഡ്രോയിങ്ങിന്റെ ലക്ഷ്യവും അതിന്റെ യൂസേജും മനസ്സിലാക്കുന്നത്. ബിൽഡിംഗ് പ്രൊജക്റ്റിൽ ഒരു ഡ്രോയിങ് മാത്രം ഉപയോഗിച്ചല്ല ജോലി മുന്നോട്ട് പോകുന്നത്. പ്രൊജക്റ്റിന്റെ ഓരോ ഘട്ടത്തിനും വ്യത്യസ്ത ഡ്രോയിങ്ങുകളാണ് യൂസ് ചെയ്യുന്നത്. അവിടെ ഡിസൈൻ ഡ്രോയിങ്, ഷോപ്പ് ഡ്രോയിങ്, NFC ഡ്രോയിങ്, IFC ഡ്രോയിങ്, ആസ് ബിൽറ്റ് ഡ്രോയിങ് എന്നിങ്ങനെ ഓരോ ഡ്രോയിങ്ങിനും അതിൻ്റെതായ ഒരു പങ്കും ഉത്തരവാദിത്വവും ഉണ്ട്. പക്ഷെ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ പഠനം കഴിഞ്ഞ് ആദ്യമായി ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലോ അല്ലെങ്കിൽ ഡിസൈൻ കൺസൾട്ടൻസിയിലോ ജോലിക്ക് കയറുന്ന പല ഫ്രഷേഴ്സിനും ഈ ഡ്രോയിങ്ങുകളുടെ യഥാർത്ഥ വ്യത്യാസം വ്യക്തമായി അറിയാറില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രിപ്പയർ ദ ഷോപ്പ് ഡ്രോയിങ് എന്ന് പറഞ്ഞാൽ പലർക്കും എവിടെ നിന്ന് തുടങ്ങണം എന്നതിൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ് ഡിസൈൻ ഡ്രോയിങ്, എന്താണ് ഷോപ്പ് ഡ്രോയിങ്? ഇവ തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം എന്താണ്? ഒരു പ്രൊജക്റ്റിൽ ഇവ ഓരോന്നും എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? ഇതൊക്കെ മനസ്സിലാക്കിയാൽ മാത്രമേ ഇനി വരുന്ന സ്റ്റാൻഡേർഡ് ട്യൂട്ടോറിയൽസും മറ്റ് ഡ്രോയിങ് ട്യൂട്ടോറിയൽസും കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ആദ്യം ഈ അടിസ്ഥാന കാര്യം നമുക്ക് എന്താണെന്ന് മനസ്സിലാക്കാം. ഒരു ബിൽഡിംഗ് നിർമ്മിക്കുന്നത് സൈറ്റിലല്ല. ആദ്യം അത് ഒരു എഞ്ചിനീയറിന്റെയോ ആർക്കിടെക്റ്റിന്റെയോ മനസ്സിലാണ് രൂപം കൊള്ളുന്നത്. ആ ആശയം ഡ്രോയിങ്ങിലേക്ക് മാറ്റുന്നതാണ് ഡിസൈൻ ഡ്രോയിങ്. സിമ്പിളായി പറഞ്ഞാൽ ഒരു ബിൽഡിംഗ് എങ്ങനെയായിരിക്കണം, എത്ര നിലകളായിരിക്കണം, റൂമുകൾ എവിടെയായിരിക്കണം, വാതിലുകളും ജനലുകളും എവിടെ വരണം, ബിൽഡിങ്ങിന്റെ എലിവേഷൻ എങ്ങനെയായിരിക്കണം, സ്ട്രക്ചറൽ ആൻഡ് MEP സിസ്റ്റം എങ്ങനെ വേണം, ഇതുപോലുള്ള ഡിസൈൻ തീരുമാനങ്ങൾ ഉൾക്കൊള്ളുന്ന ഡ്രോയിങ്ങുകളെയാണ് പൊതുവെ ഡിസൈൻ ഡ്രോയിങ് എന്ന് പറയുന്നത്. ഇതിൽ സാധാരണയായി ഫ്ലോർ പ്ലാൻസ്, എലിവേഷൻ, സെക്ഷൻ, സ്ട്രക്ചറൽ ഡ്രോയിങ്, MEP ലേഔട്ട്സ്, പിന്നെ വളരെ പരിമിതമായ കുറച്ച് ഡീറ്റെയിൽസും ഉൾപ്പെടും. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ ഡ്രോയിങ് നോക്കിയാൽ ബിൽഡിംഗ് എങ്ങനെയായിരിക്കുമെന്ന് മനസ്സിലാകും. പക്ഷേ ഇതുമാത്രം നോക്കി സൈറ്റിൽ ഒരു കോൺട്രാക്ടറിനോ സബ് കോൺട്രാക്ടറിനോ അല്ലെങ്കിൽ ഫാബ്രിക്കേറ്ററിനോ ജോലി തുടങ്ങാൻ ഒരിക്കലും സാധിക്കില്ല. കാരണം കൺസ്ട്രക്ഷൻ ചെയ്യാൻ ആവശ്യമായ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ഇതിൽ മുഴുവനായും ഉണ്ടാകാറില്ല. അവിടെയാണ് അടുത്ത ഘട്ടമായ ഷോപ്പ് ഡ്രോയിങ്ങിന്റെ ആവശ്യകത തുടങ്ങുന്നത്. സൈറ്റിൽ ജോലി ചെയ്യാൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും ഏത് ഡ്രോയിങ്ങിലാണ് ഉണ്ടാകുന്നത്? അതാണ് ഷോപ്പ് ഡ്രോയിങ്. പേര് കേൾക്കുമ്പോൾ പലരും തെറ്റിദ്ധരിക്കും, ഷോപ്പ് എന്നത് ഒരു കടയുമായി ബന്ധപ്പെട്ട ഡ്രോയിങ് ആണെന്ന്. പക്ഷേ ഇവിടെ ഷോപ്പ് എന്നത് വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഫാബ്രിക്കേഷൻ ഷോപ്പ് എന്ന അർത്ഥത്തിലാണ് യൂസ് ചെയ്യുന്നത്. ലളിതമായി പറഞ്ഞാൽ ഒരു ഡിസൈൻ ഡ്രോയിങ് എടുത്ത് അത് സൈറ്റിൽ നിർമ്മിക്കാനും വർക്ക്ഷോപ്പിൽ ഫാബ്രിക്കേറ്റ് ചെയ്യാനും ആവശ്യമായ എല്ലാ വിശദാംശങ്ങളും ചേർത്ത് തയ്യാറാക്കുന്ന ഡീറ്റെയിൽഡ് വർക്കിംഗ് ഡ്രോയിങ് ആണ് ഷോപ്പ് ഡ്രോയിങ്. ഒരു സിമ്പിൾ ഉദാഹരണം നമുക്ക് നോക്കാം. ആർക്കിടെക്ട് ഒരു ഡോർ ഡിസൈൻ ചെയ്തു. ഡിസൈൻ ഡ്രോയിങ്ങിൽ നിങ്ങൾക്ക് ഡോറിന്റെ സ്ഥാനം, ഡോറിന്റെ നമ്പർ, വിഡ്ത്, ഹൈറ്റ് എന്നിവ ക്ലിയർ ആയിട്ട് കാണാം. പക്ഷെ സൈറ്റിൽ ഡോർ ഇൻസ്റ്റാൾ ചെയ്യാൻ ഇത് മാത്രം മതിയാകില്ല. കാരണം കാർപ്പൻറ്ററിനും ഡോർ സപ്ലയറിനും ഇൻസ്റ്റാളറിനും അറിയേണ്ടത് വേറെ ചില കാര്യങ്ങളാണ്. ഡോർ ഫ്രെയിമിന്റെ സൈസ് എത്രയാണ്, ഫ്രെയിമിന്റെ തിക്നെസ് എത്രയാണ്, ഡോർ ഷട്ടറിന്റെ തിക്നെസ് എത്രയാണ്, ഹിഞ്ചസ് എവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത്, ലോക്ക് സെറ്റ് ഏത് ഹൈറ്റിലാണ്, ഫ്രെയിം വാളിൽ എങ്ങനെ ആങ്കർ ചെയ്യണം, ഫ്ലോർ ഫിനിഷിൽ നിന്ന് ഡോറിന്റെ ക്ലിയറൻസ് എത്ര, ഏത് മെറ്റീരിയലാണ് ഉപയോഗിക്കേണ്ടത്. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ഡിസൈൻ ഡ്രോയിങ്ങിൽ സാധാരണ ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം വ്യക്തമായി കാണിച്ചുകൊണ്ട് ഒരു പുതിയ ഡ്രോയിങ് തയ്യാറാക്കുന്നത്. അതാണ് ഷോപ്പ് ഡ്രോയിങ്. അതായത് വളരെ ലളിതമായി പറഞ്ഞാൽ ഡിസൈൻ ഡ്രോയിങ്ങിൽ എന്താണ് നിർമ്മിക്കേണ്ടത് എന്ന് പറയുമ്പോൾ ഷോപ്പ് ഡ്രോയിങ് പറയുന്നത് അത് എങ്ങനെ നിർമ്മിക്കണം, എങ്ങനെ ഫാബ്രിക്കേറ്റ് ചെയ്യണം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം എന്നതാണ്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലും ഫാബ്രിക്കേഷൻ വർക്ക്ഷോപ്പിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഡ്രോയിങ്ങുകളിൽ ഒന്നാണ് ഷോപ്പ് ഡ്രോയിങ്. ഇപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം, ആരാണ് ഷോപ്പ് ഡ്രോയിങ് തയ്യാറാക്കുന്നത്? പലരും കരുതുന്നത് ആർക്കിടെക്റ്റാണ് എല്ലാ ഡ്രോയിങ്ങുകളും തയ്യാറാക്കുന്നത് എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മിക്ക പ്രൊജക്റ്റുകളിലും ഷോപ്പ് ഡ്രോയിങ് തയ്യാറാക്കുന്നത് കോൺട്രാക്ടറിന്റെ ഡിസൈൻ ടീമോ അല്ലെങ്കിൽ ടെക്നിക്കൽ ടീമോ ആണ്. ഉദാഹരണത്തിന് ഒരു ഡോർ ആണെങ്കിൽ ഡോർ സപ്ലയർ അല്ലെങ്കിൽ ജോയിനറി കോൺട്രാക്ടറും
അലുമിനിയം വിൻഡോ ആണെങ്കിൽ അലുമിനിയം കോൺട്രാക്ടറും, ഫോൾസ് സീലിംഗ് ആണെങ്കിൽ സീലിംഗ് കോൺട്രാക്ടറും, MEP വർക്ക് ആണെങ്കിൽ MEP കോൺട്രാക്ടറും, സ്ട്രക്ചറൽ സ്റ്റീൽ ആണെങ്കിൽ സ്റ്റീൽ ഫാബ്രിക്കേറ്ററും. ഇങ്ങനെ ഓരോ സ്പെഷ്യലിസ്റ്റ് കോൺട്രാക്ടറും അവരുടെ ജോലിക്കായി ഷോപ്പ് ഡ്രോയിങ് തയ്യാറാക്കും. ഈ ഡ്രോയിങ് സാധാരണയായി CAD ഡ്രാഫ്റ്റ്മാൻ, BIM മോഡലർ, ഡിസൈൻ എഞ്ചിനീയർ, പ്രൊജക്ട് എഞ്ചിനീയർ എന്നിവരുടെ സഹായത്തോടെയാണ് തയ്യാറാക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഓർമ്മിക്കണം, ഷോപ്പ് ഡ്രോയിങ് തയ്യാറാക്കിയ ഉടനെ സൈറ്റിൽ യൂസ് ചെയ്യാറില്ല. ആദ്യം അത് മെയിൻ കോൺട്രാക്ടർ പരിശോധിക്കും. അതിനുശേഷം കൺസൾട്ടന്റ് അല്ലെങ്കിൽ ആർക്കിടെക്ട് അപ്രൂവൽ നൽകും. അപ്രൂവൽ ലഭിച്ചതിന് ശേഷമാണ് അതേ ഡ്രോയിങ് സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നതും കൺസ്ട്രക്ഷൻ ആരംഭിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ഷോപ്പ് ഡ്രോയിങ് എന്നത് വെറും ഒരു ഡ്രോയിങ് മാത്രമല്ല, അതൊരു പ്രൊജക്ടിന്റെ കമ്മ്യൂണിക്കേഷൻ ഡോക്യുമെന്റ് കൂടിയാണ്. ഇപ്പോൾ ഒരു പ്രൊജക്റ്റിൽ ഷോപ്പ് ഡ്രോയിങ് എങ്ങനെ തയ്യാറാക്കുന്നു എന്ന് വളരെ ലളിതമായി നമുക്ക് നോക്കാം. ഒരു പ്രൊജക്ട് അവാർഡ് ചെയ്തതിന് ശേഷം ആദ്യം കോൺട്രാക്ടറിന് കൺസൾട്ടന്റിൽ നിന്ന് അപ്രൂവ്ഡ് ഡിസൈൻ ഡ്രോയിങ് ലഭിക്കും. ആ ഡ്രോയിങ്ങുകൾ പഠിച്ച ശേഷം സൈറ്റ് വിസിറ്റ് നടത്തി എല്ലാ മെഷർമെന്റ്സും കണ്ടീഷൻസും പരിശോധിക്കും. അതിനുശേഷം ആർക്കിടെക്ചറൽ, സ്ട്രക്ചറൽ, MEP ഡ്രോയിങ്സ് എല്ലാം തമ്മിൽ കോർഡിനേറ്റ് ചെയ്ത് എവിടെയെങ്കിലും ക്ലാഷ് ഉണ്ടോ എന്ന് പരിശോധിക്കും. ഈ വിവരങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഘട്ടം ഘട്ടമായി ഡീറ്റെയിൽഡ് ഷോപ്പ് ഡ്രോയിങ് തയ്യാറാക്കുന്നത്. ഷോപ്പ് ഡ്രോയിങ് തയ്യാറാക്കിയാൽ ആദ്യം കോൺട്രാക്ടറിന്റെ ടെക്നിക്കൽ ടീം അത് ഇന്റേണലി ചെക്ക് ചെയ്യും. എല്ലാം ശരിയാണെന്ന് ഉറപ്പായ ശേഷം കൺസൾട്ടന്റ് അല്ലെങ്കിൽ ആർക്കിടെക്റ്റിന്റെ അപ്രൂവലിനായി സമർപ്പിക്കും. കൺസൾട്ടന്റ് റിവ്യൂ ചെയ്ത ശേഷം ചിലപ്പോൾ കമന്റ്സ് നൽകും. ആ കമന്റ്സ് അനുസരിച്ച് ഡ്രോയിങ് റിവൈസ് ചെയ്ത് വീണ്ടും സബ്മിറ്റ് ചെയ്യും. അവസാനം അപ്രൂവ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അപ്രൂവ്ഡ് എന്ന സ്റ്റാറ്റസ് ലഭിച്ചാൽ മാത്രമാണ് ആ ഡ്രോയിങ് സൈറ്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത്. അതിനുശേഷമാണ് ഫാബ്രിക്കേഷൻ ആരംഭിക്കുന്നതും മെറ്റീരിയൽ സൈറ്റിലേക്ക് എത്തുന്നതും ഇൻസ്റ്റാളേഷൻ നടക്കുന്നതും ഒടുവിൽ ഇൻസ്പെക്ഷൻ കഴിഞ്ഞ് വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നതും. അതിനാൽ ഷോപ്പ് ഡ്രോയിങ് എന്നത് ഓട്ടോകാഡിൽ വരച്ച ഒരു ഡ്രോയിങ് മാത്രമല്ല, ഡിസൈനിനെ യഥാർത്ഥ കൺസ്ട്രക്ഷനിലേക്ക് മാറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കമ്മ്യൂണിക്കേഷൻ ഡോക്യുമെന്റ് കൂടിയാണ്. അതുകൊണ്ടാണ് ഒരു നല്ല ഡ്രാഫ്റ്റ്സ്മാനും ഒരു ഡിസൈൻ എഞ്ചിനീയറിനും ഷോപ്പ് ഡ്രോയിങ് വർക്ക് ഫ്ലോ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിരിക്കുന്നു. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഒരു നല്ല ഷോപ്പ് ഡ്രോയിങ് ഡ്രാഫ്റ്റ്സ്മാൻ അല്ലെങ്കിൽ ഡിസൈൻ എഞ്ചിനീയർ ആകണമെങ്കിൽ എന്തൊക്കെ സ്കിൽസ് ആണ് വേണ്ടത്? പലരും കരുതുന്നത് ഓട്ടോകാഡ് അറിഞ്ഞാൽ ഷോപ്പ് ഡ്രോയിങ് ചെയ്യാമെന്നാണ്. പക്ഷേ യാഥാർത്ഥ്യം അതല്ല. ഓട്ടോകാഡ് എന്നത് ഒരു ഡിസൈൻ സോഫ്റ്റ്വെയർ മാത്രമാണ്. ഒരു നല്ല ഷോപ്പ് ഡ്രോയിങ് തയ്യാറാക്കണമെങ്കിൽ ആദ്യം ഡ്രോയിങ് സ്റ്റാൻഡേർഡ്സ് അറിയണം. ആർക്കിടെക്ചറൽ, സ്ട്രക്ചറൽ, ഇന്റീരിയർ, MEP ഡ്രോയിങ് വായിച്ച് മനസ്സിലാക്കാൻ കഴിയണം. കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ്, സൈറ്റ് എക്സിക്യൂഷൻ, ഫാബ്രിക്കേഷൻ മെത്തേഡ്, ഇൻസ്റ്റാളേഷൻ പ്രോസസ് എന്നിവയെക്കുറിച്ചും അത്യാവശ്യം അറിവ് വേണം. ഒരു ചെറിയ തെറ്റായ ഡയമെൻഷൻ, ഒരു തെറ്റായ ലെവൽ അല്ലെങ്കിൽ ഒരു മിസ്ഡ് കോർഡിനേഷൻ മുഴുവൻ പ്രോജക്റ്റിനെയും ബാധിച്ചേക്കാം. അതുകൊണ്ടാണ് ഷോപ്പ് ഡ്രോയിങ് തയ്യാറാക്കുന്ന ഒരാൾ ഓട്ടോകാഡ് ഓപ്പറേറ്റർ മാത്രമല്ല, ഒരു കൺസ്ട്രക്ഷൻ പ്രൊഫഷണൽ കൂടിയാണ്. ഈ വീഡിയോയിലൂടെ ഡിസൈൻ ഡ്രോയിങ് എന്താണ്, ഷോപ്പ് ഡ്രോയിങ് എന്താണ്, ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു അടിസ്ഥാന ധാരണ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു വലിയ സബ്ജക്റ്റാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഭാഗം കൂടുതൽ വിശദമായി അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുകൂടി ഉൾപ്പെടുത്തിയാണ് ഈ സീരീസ് കൂടുതൽ ഉപകാരപ്രദമാക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമ്മൾ പ്രൊഫഷണൽ ടൈറ്റിൽ ബ്ലോക്ക് എങ്ങനെ തയ്യാറാക്കാം, അതിൽ എന്തൊക്കെ വിവരങ്ങൾ ഉൾപ്പെടുത്തണം, ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് എന്തൊക്കെയാണ് എന്നത് പ്രാക്ടിക്കലായി നോക്കാം. അത് മിസ്സാവാതിരിക്കാൻ നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.